ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് തന്നെ മുഴുവനായിട്ടില്ല. അപ്പം എനിക്ക് അധികമൊന്നും ഗുരുവിനെ പറ്റി പറയാൻ അറിയില്ല. എന്നാലും കുറച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളും എനിക്ക് വന്ന മാറ്റവും ഒക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. അതായത് ഒരു 10-20 കൊല്ലം മുമ്പ് തന്നെ എനിക്ക് ഇതിനകത്തേക്കൊരു എൻ്റെ സിസ്റ്ററിലോ എന്നെ പരിചയപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ അന്ന് എനിക്ക് ഈ ഒരു കലിയുഗത്തിലെ ഒരു ഇത്രയൊക്കെ അറിയാൻ പറ്റുള്ളൂ, അതെല്ലാം എനിക്കറിയാം എന്നുള്ള വിചാരത്തിൽ ഞാൻ തീരെ മൈൻഡ് ചെയ്തില്ല. പിന്നെ കഴിഞ്ഞ കൊല്ലം ഒരു 1.25 കൊല്ലമൊക്കെ ആയിക്കാണും ഞാൻ ചില വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഇസ്കോണിൻ്റെ കാര്യം തന്നെ ശരിക്കും മനസ്സിലായത്. അപ്പം പിന്നെ എനിക്ക് ഈ ശ്രീല പ്രഭുപാദരെ പറ്റിയൊക്കെ കുറേശ്ശെയൊക്കെ മനസ്സിലായി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇവിടെ കോണ്ടാക്ട് ചെയ്തത്. അപ്പം എനിക്ക് ശ്രീല പ്രഭുപാദരുടെ ഏറ്റവും വലിയ ഒരു ഗുണം നമ്മൾ ജീവിതത്തിൽ പകർത്തണം എന്ന് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ വിനയവും ക്ഷമയുമാണ്. അതായത് അതിൽ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, അദ്ദേഹം ഒരു 5 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു വലിയ പണക്കാരൻ്റെ വീടിൻ്റെ മുമ്പിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാത്തു നിന്നു എന്നുള്ളത്. പിന്നെ വേറൊരു സംഭവം പറഞ്ഞാൽ, അദ്ദേഹം ബോംബെയിൽ സ്ഥലം മേടിക്കുന്ന സമയത്ത് അവിടെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം തരണം ചെയ്തിട്ട് അവസാനം അത് മേടിക്കുന്ന ദിവസമായപ്പം വിൽക്കുന്ന ആള് പറഞ്ഞു അയാളുടെ അമ്മയുടെ ഫോട്ടോയും വഹിച്ചുകൊണ്ട് ശ്രീല പ്രഭുപാദരും ശിഷ്യരും കൂടെ ആ സ്ഥലത്തേക്ക് നടന്നു പോകണം എന്ന് പറഞ്ഞു. അപ്പൊ അത് ശിഷ്യന്മാർക്കെല്ലാം വളരെ ഒരു ഇൻസൾട്ടിങ് ആയിട്ട് തോന്നി. അത് ചെയ്യരുതെന്ന് അവര് ശ്രീല പ്രഭുപാദരോട് പറഞ്ഞു. അപ്പം ശ്രീല പ്രഭുപാദർ പറഞ്ഞു, അങ്ങനെയല്ല, ഇത് നമ്മൾ കൃഷ്ണന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എത്രയും താഴ്ന്നു കൊടുക്കാവോ നമ്മൾ അത്രയും താഴ്ന്നു കൊടുക്കണം. അതായത് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഒരു പുല്ലാണ് എന്ന് ഉള്ള ഒരു വിനയത്തോടു കൂടി തന്നെ നമ്മൾ പെരുമാറണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. അപ്പം അങ്ങനെ അതെല്ലാം മുന്നോട്ട് പോയി കാര്യങ്ങൾ. പിന്നെ വേറൊന്ന്, എൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ കാപ്പിയും ചായയുടെയൊക്കെ വലിയൊരു അഡിക്റ്റായിരുന്നു ഒത്തിരി വർഷങ്ങളായിട്ട്. അപ്പം ശ്രീല പ്രഭുപാദരുടെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്തുനിന്ന് മനസ്സിലായി എനിക്ക് ശ്രീല പ്രഭുപാദരെ ഈ ഒരു ചായയോ കാപ്പി ഉപേക്ഷിക്കുന്നതിന് എന്തുമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന്. അതായത് അദ്ദേഹം വീടിനോടുള്ള അറ്റാച്ച്മെന്റ് പോലും ഈ ചായയുടെ പേരിൽ ഉപേക്ഷിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, പിന്നെ എന്നെ പോലെയുള്ളവരും കൂടെ ഉപേക്ഷിച്ചാൽ എന്താ കുഴപ്പം എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ചായയും കാപ്പിയും ഉപേക്ഷിച്ചു. പിന്നെ ഒരിക്കൽ മാത്രം ഒരു അസുഖം വന്ന സമയത്ത് ഒരു കട്ടൻ ചായ 2-3 ദിവസം കുടിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ ബാക്കി ഞാൻ കാപ്പിയും ചായ എല്ലാം ഉപേക്ഷിച്ചു. അപ്പം അദ്ദേഹത്തിന് എന്നെ പോലെയുള്ളവരെയൊക്കെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. എനിക്ക് അധികമൊന്നും അദ്ദേഹത്തെ പറ്റി പറയാൻ അറിയില്ല. എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ എനിക്ക് പറയാൻ അറിയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഇതൊക്കെ എനിക്ക് അനുഭവിക്കാനുള്ളതായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ക്ഷമിക്കുമ്പം അതിനനുസരിച്ചുള്ള ഒരു വ്യത്യാസം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വലിയൊരു സനാഥത്വം നമുക്ക് ഫീൽ ചെയ്യും ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ. എനിക്ക് ഇത്രയൊക്കെ പറയാൻ അറിയുള്ളൂ. നന്ദി.